ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ ആനുവൽ എക്സാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളതും അത് മാത്രമല്ല ഫോക്കസ് പോയിന്റിൽ ഏരിയയിൽ ഉൾപ്പെടുന്നതും ഒക്കെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത് വിച്ച് ടു ഒബ്ജക്റ്റീവ്സ് ജവഹർലാൽ നെഹ്റു വിഷ് ടു അച്ചീവ് ത്രൂ ദ സ്ട്രാറ്റജി ഓഫ് നോൺ അലൈൻമെൻറ്റ്. ചേരിചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ അലൈൻമെൻറ്റ് തന്ത്രത്തിലൂടെ ജവഹർലാൽ നെഹ്റു നേടാൻ ആഗ്രഹിച്ച 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയെ സജ്ജമാക്കുക, USA-യുടെയും USSR-ൻ്റെയും പക്ഷം പിടിക്കാതെ ഒരു നിലപാടെടുക്കുവാൻ ഇന്ത്യയെ സഹായിക്കുക. രണ്ടാമത്തത് ടു എനേബിൾ ഇന്ത്യ ടു ബാലൻസ് വൺ സൂപ്പർ പവർ എഗെയിൻസ്റ്റ് ദ അതർ ത്രൂ നാം. അതായത് ഈ നാം എന്ന സഖ്യത്തിലൂടെ ഒരു സൂപ്പർ പവർ മറ്റൊന്നിനെതിരെ അത് ബാലൻസ് ചെയ്യാനായിട്ട് 2 സൂപ്പർ പവറിനെ കൂടെയും നല്ല രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ സഹായിക്കുക. ഏതെങ്കിലും ഒരു സൂപ്പർ പവറിൻ്റെ വശം പിടിക്കുകയാണെങ്കിൽ മറ്റ് സൂപ്പർ പവറും അവരുമായിട്ട് ചേർന്ന കക്ഷികളെല്ലാം ശത്രുക്കളായി മാറും. അപ്പോൾ അതാണ് നോൺ അലൈൻ മൂവ്മെൻറ്റ്, ചേരിചേരാ പ്രസ്ഥാനം നെഹ്റു സ്വീകരിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് വാസോ പാക്ട് ഓൾസോ കോൾഡ് ഈസ്റ്റേൺ അലയൻസ്? അപ്പോൾ ഈസ്റ്റേൺ അലയൻസ് എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ട് വാസോ പാക്ട്? അതായത് മോസ്റ്റ് കൺട്രീസ് ഓഫ് വെസ്റ്റേൺ യൂറോപ്പ് ഫേവർ ടു ബി വിത്ത് ദ US. വെസ്റ്റേൺ യൂറോപ്പിലുള്ള മിക്ക രാജ്യങ്ങളും US-നെയാണ് ഫേവർ ചെയ്തത്. അതുപോലെ തന്നെ അവരെല്ലാവരും കൂടി ഒരു സംഘടന, നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ഹെൻസ് ഇറ്റ് വാസ് ഓൾസോ കോൾഡ് വെസ്റ്റേൺ അലയൻസ് എന്നതിനെ അറിയപ്പെട്ടു. വൈ വാസ് വാസോ പാക്ട് ഓൾസോ കോൾഡ് ഈസ്റ്റേൺ അലയൻസ്? അപ്പോൾ 2 സഖ്യങ്ങളാണ് ചേർന്നത്. വാസോ അത് USSR-യുമായിട്ട് ബന്ധപ്പെട്ട, സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ സഖ്യം, അതാണ് ഈസ്റ്റേൺ അലയൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ കോൾഡ് വാർ? പലപ്പോഴും ചോദിച്ചു കാണുന്നതാണ് എന്താണ് ശീത യുദ്ധം എന്നുള്ളത്. അപ്പോൾ കോൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് എ ടെൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ US ആൻഡ് USSR. അതായത് US-ഉം USSR-ഉം തമ്മിലുള്ള ഒരു ബന്ധം. അവിടെ ഒരു പല കാര്യങ്ങളിലും അവർ അഭിപ്രായ വ്യത്യാസം, ആശയ വ്യത്യാസം. US ക്യാപിറ്റലിസം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ USSR ജസ്റ്റ് ഓപ്പോസിറ്റ് സോഷ്യലിസം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നു. ഇത് തമ്മിലുള്ള ഒരു പ്രശ്നമാണ്, ഈ ആശയപരമായ ഒരു ടെൻഷനാണ് ശീതസമരം. അത് ആയുധ കലാപമൊന്നുമായിരുന്നില്ല. ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ കോൾഡ് വാർ വാസ് ഡ്യൂ ടു ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് തിങ്കിങ്. അവരുടെ ആശയമാണ് സോഷ്യലിസം, ക്യാപിറ്റലിസം എന്ന 2 വ്യത്യസ്ത ആശയങ്ങളാണ് ഇവരുണ്ടായത്. ദിസ് വാർ വാസ് അൺലൈക്ക് അതർ വാർ ഇൻ വിച്ച് ദ 2 sides നെവർ ക്ലാഷ് ഡയറക്ട്ലി ഇൻ ദ ബാറ്റിൽ. അവർ ഒരു സായുധ കലാപത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. എല്ലാവരുടെയും മനസ്സിലാണ് അല്ലെങ്കിൽ ആശയങ്ങളിലാണ് സമരമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ശീതയുദ്ധം, കോൾഡ് വാർ എന്ന് അറിയപ്പെടുന്നു. നെയിം ദ 2 സൂപ്പർ പവർ റെസ്പോൺസിബിൾ ഫോർ ദ കോൾഡ് വാർ. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, USA-യും USSR-ആണ് ആ 2 സൂപ്പർ പവർ കോൾഡ് വാറിന് കാരണമായത്. അതുപോലെ തന്നെ ഈ USSR-ൻ്റെ പതനത്തോടെ ദ വേൾഡ് ബിക്കെയിം യൂണിപോളാർ ആയി മാറി. അതായത് ഏകധ്രുവം, 2 ധ്രുവം ത്തിൽ സഞ്ചരിച്ചിരുന്ന എന്ന് പറയാൻ പറ്റത്തില്ല. 2 ധ്രുവത്തിൽ ആയിരുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് സോവിയറ്റ് യൂണിയന് ചുറ്റും അല്ലെങ്കിൽ ഒന്ന് അമേരിക്കയ്ക്ക് ചുറ്റും എന്ന് പറഞ്ഞ 2 ധ്രുവങ്ങൾ ഉണ്ടായിരുന്നത് മാറി ഒരു ധ്രുവമായി മാറി. ലോകം ഏകധ്രുവമായി മാറും. അങ്ങനെ ബൈപോളാരിറ്റി മാറി യൂണിപോളാരിറ്റി ആയി മാറി. ഇനി നോൺ അലൈൻമെൻറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ന്യൂട്രാലിറ്റി ഓർ ഈക്വൽ ഡിസ്റ്റൻസ്. വാട്ട് ഡസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് മീൻ? അപ്പം നമ്മൾ പറഞ്ഞു 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു സമാനത അല്ലെങ്കിൽ ഒരു ഐക്യത്തോടെ കൊണ്ടുപോകുവാനായിട്ട്, ഒരു ബാലൻസ് ഉണ്ടാക്കുവാനാണ് നെഹ്റു നോൺ അലൈൻമെൻറ്റ് പ്രസ്ഥാനം രൂപീകരിച്ചത്. എന്നാൽ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ദ സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ദാറ്റ് നോൺ അലൈൻമെൻറ്റ്സ് ഈസ് നോട്ട് ദ പോളിസി ഓഫ് ഫീലിംഗ് എവേ, മാറി നിൽക്കലല്ല, ഓർ ബീയിങ് ന്യൂട്രൽ ഫ്രം ദ സൂപ്പർ പവർ, അവരിൽ നിന്ന് ഒരു നിഷ്പക്ഷത പാലിക്കുക എന്നൊക്കെ ആണ് അതിൻ്റെ അർത്ഥമെങ്കിലും ഇറ്റ് ഓൾസോ മീൻ പ്ലേയിങ്
ആൻ ആക്റ്റീവ് റോൾ ഇൻ മീഡിയേറ്റിംഗ് ബിറ്റ്വീൻ ദ ടു റൈവൽ അലയൻസ്. രണ്ട് ശത്രു രാജ്യങ്ങളുടെ സുഹൃത്തായിരുന്ന ഭാരതം അവർക്കൊരു മധ്യസ്ഥം, അവരിൽ നിന്ന് മാറി നിൽക്കാതെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ന്യൂട്രലായിട്ട് നിൽക്കാതെ കൂട്ടുകൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കുവാൻ സജീവമായ പങ്ക് വഹിക്കുകയുണ്ടായി നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ഇനി മെൻഷൻ ദി ഇമ്പാക്റ്റ് ഓഫ് ദി എൻഡ് ഓഫ് ദ കോൾഡ് വാർ. അപ്പോൾ കോൾഡ് വാർ ഈ ലെസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ശീതയുദ്ധം അവസാനിച്ചു, അത് അവസാനിച്ചപ്പോൾ രാജ്യങ്ങളിൽ വന്ന ഇമ്പാക്റ്റ് എന്താ? അപ്പോൾ അവിടെ US-ഉം സോവിയറ്റ് യൂണിയൻ്റെ പതനമാണ് ഇവിടെ ശീതയുദ്ധം അവസാനിക്കാൻ കാരണം. അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ US-ഉം സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശത്രുത തീർന്നതോടെ അവിടെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ശിഥിലമായി പോയിട്ടാണ് സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞു പോയത്. അതുകൊണ്ട് അവിടെ എന്താ സംഭവിച്ചത്? എൻഡ് ഓഫ് ബൈപോളാരിറ്റി ആണ്, അവിടെ യൂണിപോളാരിറ്റി ആയിട്ട് മാറി. ഇനി എന്താണ് ഈ യൂണിപോളാരിറ്റി ആൻഡ് ബൈപോളാരിറ്റി? അങ്ങനെയും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ഇവിടെ യൂണിപോളാരിറ്റി എന്ന് പറഞ്ഞാൽ എമർജൻസ് ഓഫ് ഓൺലി വൺ സൂപ്പർ പവർ, ദാറ്റ് ഈസ് USA ആഫ്റ്റർ ദി ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് USSR. അപ്പോൾ USSRൻ്റെ പതനത്തോടെ അമേരിക്ക ഒരു വൻ ശക്തിയായി മാറി, ഏകശക്തിയായി മാറി. അതുകൊണ്ടാണ് അതിന് ചുറ്റും കറങ്ങുന്ന ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യങ്ങളായി മാറി മറ്റു രാജ്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ അവിടെ യൂണിപോളാരിറ്റി എന്ന് പറയുന്നു. ബൈപോളാരിറ്റി എന്ന് പറഞ്ഞാൽ USSRഉം USA-യും ഒരേപോലെ ശക്തരായി. രണ്ട് സൈനിക സഖ്യങ്ങളാണ്, രണ്ട് പേരുടെ കയ്യിലും പണവും ആയുധങ്ങളും ആണവായുധങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൻ ശക്തികളായിരുന്ന ആ കാലഘട്ടത്തെയാണ് ബൈപോളാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൽ പലപ്പോഴും ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ്, വൈ ഹാസ് ഇന്ത്യ റിഫ്യൂസ് ടു സൈൻ CTBT? അതായത് ആണവ കരാറിൽ ഒപ്പുവെക്കാനായിട്ട് ഇന്ത്യ വിസമ്മതിച്ചത് എന്താണ്? അപ്പോൾ അമേരിക്ക കൂടുതൽ ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഒരു വിവേചനപരമായ പെരുമാറ്റമായതുകൊണ്ട് അതിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണ് ഇന്ത്യ. അപ്പോൾ അത് നോട്ട് നോക്കി നന്നായി പഠിക്കുക. ഇനി വിച്ച് 2 ഐഡിയോളജീസ് ഇൻവോൾവ്ഡ് ഇൻ ദ കോൺഫ്ലിക്റ്റ് ഡ്യൂറിങ് ദ കോൾഡ് വാർ? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഐഡിയോളജി ഓഫ് ക്യാപിറ്റലിസം, അതുപോലെ തന്നെ സോഷ്യലിസം. ഇനി മറ്റൊരു ചോദ്യം, മെൻഷൻ എനി 2 ഓഫ് ദി എഗ്രിമെൻറ്റ് സൈൻഡ് ബിറ്റ്വീൻ 2 സൂപ്പർ പവർ. അതായത് 1960യുടെ തുടക്കത്തോടെ ഈ സൂപ്പർ പവേഴ്സ് തമ്മിൽ USA-യും USSR-ഉം തമ്മിൽ ഒപ്പുവെച്ച കരാറുകൾ എന്തൊക്കെയായിരുന്നു, ഒപ്പുവെച്ച പ്രധാനപ്പെട്ട കരാറുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതായത് പ്രധാനപ്പെട്ടത് 2 എഗ്രിമെൻറ്റ് സൈൻഡ് ബിറ്റ്വീൻ ദ 2 സൂപ്പർ പവർ സ്റ്റാർട്ടിങ് ഇൻ 1960s. അതിലൊന്ന് പരിമിത ടെസ്റ്റ് നിരോധന ഉടമ്പടി, അതായത് ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയാണ്. അവിടെ LTBT എന്നറിയപ്പെടുന്നു. അത് ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? US, UK, USSR ഒരു മോസ്കോയിൽ വെച്ചിട്ടാണ് 5th ഓഗസ്റ്റിൽ 1963. അതുപോലെ മറ്റൊന്ന് ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, അത് വാഷിങ്ടണിൽ വെച്ചാണ് സംഭവിച്ചത്. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ വാഷിങ്ടൺ, ലണ്ടൻ, അത് മോസ്കോ എന്നിവിടങ്ങളിലൊക്കെ വെച്ചിട്ടാണത് ഒപ്പുവെച്ചത് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ. പിന്നെ അടുത്തൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികളും 1 വേർഡ് ഇടാൻ പറയുന്നുണ്ട്. ടൈം വളരെ കുറവായതുകൊണ്ട് എനിക്കിതിടാൻ പറ്റുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് വശമുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഇനി ഇതിൽ സോഷ്യലിസ്റ്റ് റവല്യൂഷൻ നടന്നത് റഷ്യയിൽ 1917-ലാണ്. അതുപോലെ തന്നെ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ 1991-ലാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനം. ഇനി ആരാണ് ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അപ്പോൾ നമുക്ക് സോഷ്യലിസം സ്ഥാപിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ലെനിനായിരുന്നു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗാന്ധിയൻ നമുക്ക് ഹൂ ഡൈഡ് ബൈ പെർഫോമിങ് ആൻ ഇൻഡെഫിനിറ്റ് ഫാസ്റ്റ് ഫോർ ദ ക്രിയേഷൻ ഓഫ് സെപ്പറേറ്റ് ആന്ധ്ര സംസ്ഥാനം സൃഷ്ടിക്കേണ്ടതിനെ, ഇതൊക്കെ പ്രിൻ്റ് ചെയ്ത് അല്പം മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാം. ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരം കിടന്ന് മരണം സംഭവിച്ച ഒരു ഗാന്ധിയൻ ആരാണ്? ശ്രീ രാമലുവാണ്.
അടുത്തൊരു ചോദ്യം, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഈസ് ജനറലി റിഗാർഡ് ആസ് ദ ഡിവിഷൻ ഓഫ് ഹാർട്ട്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെക്കുറിച്ച്, ആളുകൾ അനുഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണത്. അതുപോലെ എന്താണ് സോവിയറ്റ് സിസ്റ്റം എന്ന് ചോദിക്കാം, സോവിയറ്റ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ തന്നെ ഗോർബച്ചോവിൻ്റെ റീഫോംസ് ചോദിക്കാം. അപ്പോൾ നമുക്ക് 2 റീഫോംസ് പറയുന്നുണ്ട്. അപ്പോൾ ആ റീഫോംസ് എങ്ങനെയാണ് USSRൻ്റെ പതനത്തിന് വഴിയൊരുക്കിയത് എന്നുള്ളത്. പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്, വാട്ട് ആർ ദ റീസൺ ഫോർ സോവിയറ്റ് യൂണിയൻ ഡിസൻറ്റിഗ്രേഷൻ. ഗോർബച്ചോവിൻ്റെ റിഫോംസ് മാത്രമല്ല, അല്ലാത്ത പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു ചോദ്യം, ഷോക്ക് തെറാപ്പി. പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ചോദ്യമാണ് ഷോക്ക് തെറാപ്പി. ശ്രദ്ധിച്ച് ഷോക്ക് തെറാപ്പി, അതിൻ്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ ഷോക്ക് തെറാപ്പിയുടെ എന്താ സംഭവിച്ചത്, പിന്നെ അതിൻ്റെ കോൺസിക്വൻസസ് പറയാം. ഇനി ഇതുപോലെ തന്നെ മറ്റു ഷോർട്ട് നോട്ട്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല മൂവ്മെൻറ്റ്സിന് ചോദിക്കാം. ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം, അതുപോലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ, എപ്പോഴും ചോദിച്ച് കാണുന്നൊരു ചോദ്യമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് വാട്ട് ആർ ദ ചലഞ്ചസ് വിച്ച് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫേസ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് നേഷൻ ബിൽഡിംഗ്. അതിൻ്റെ മലയാളം ഞാൻ ടൈപ്പ് ചെയ്തില്ല, നിങ്ങളിപ്പോൾ ഞാൻ പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതായത് സ്വതന്ത്ര ഭാരതം ദേശരാഷ്ട്ര രൂപീകരണ സമയത്ത് നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലാം. അപ്പോൾ അതിൽ പറയണം, നമ്മൾ 3 പോയിൻ്റാണ്, അത് ഞാൻ പോയിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് പോവുക. ചേഞ്ച് ടു ഷേപ്പ് ദ നേഷൻ, അതായത് നേഷനെ ഒന്ന് യൂണിഫൈ ചെയ്യുക. രണ്ടാമത്തത് അവിടെ ഒരു ഡെമോക്രസി കൊണ്ടുവരിക. മൂന്നാമത്തത് അവിടെ ഡെവലപ്മെൻറ്റ് വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി. കാരണം ഇവിടെ കാസ്റ്റ് സിസ്റ്റവും ഒരുപാട് ഇൻഇക്വാളിറ്റി ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഇങ്ങനെ ഒരു നേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഡെമോക്രസിയിൽ. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്താണ് എന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ദളിത് പാന്തേഴ്സ് മൂവ്മെൻറ്റ് ചോദിക്കാം. അതുപോലെ ഷോർട്ട് നോട്ട് ഓൺ ഭാരതീയ കിസാൻ യൂണിയൻ ചോദിക്കാം. പിന്നെ അതുപോലെ 7 സിസ്റ്റേഴ്സ്, അത് പലപ്പോഴും ചെറിയ ഒരു 2 മാർക്കിൻ്റെ ചോദ്യത്തിന് ചോദിച്ചു കാണുന്നതാണ്. ഇത് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ കംപ്രൈസസ് 7 സ്റ്റേറ്റ്. ആ 7 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ ഇസ് ദ മേജർ ചലഞ്ച് ദാറ്റ് റിമെയിൻസ് അൺറിസോൾവ് ദ യൂണിറ്റി ഓഫ് ഇന്ത്യ. ഇത് പ്രതീക്ഷിക്കാം, കാരണം ജമ്മു കാശ്മീർ പ്രശ്നം. അതുപോലെ നമുക്ക് ഈ ലേറ്റസ്റ്റ് ജമ്മു കാശ്മീരിനെ എങ്ങനെയാണ് ഇപ്പോൾ ഇത് ഭരണം വന്നിരിക്കുന്നത്, അതായത് ഇപ്പോൾ പ്രസിഡൻഷ്യൽ ഭരണം, അതിനെക്കുറിച്ചൊക്കെ എഴുതുക. ഇനി വയലൻസ് ഇൻ പഞ്ചാബ് എക്സിബിറ്റഡ് ദ ഡാർക്ക് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഹിസ്റ്ററി. പഞ്ചാബ് തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് വരെ വഴിതെളിച്ചതാണ്. അതിലെ അകാലിദൾ എന്ന് പറയുന്ന ഗവൺമെൻറ് പ്ലേഡ് എ ക്രിറ്റിക്കൽ റോൾ. ഗവൺമെൻറ് അല്ല, അകാലിദൾ എന്നുള്ള വിഭാഗം അവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പ്ലേഡ് എ ക്രിറ്റിക്കൽ റോൾ ഇൻ ക്രിയേറ്റിംഗ് ഡിസ്റ്റർബൻസ് ഇൻ പഞ്ചാബ്. അപ്പോൾ പഞ്ചാബിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അകാലിദളിൻ്റെ റോൾ എന്താണ്, പിന്നെ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നാൽ എന്ത്, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയൊരു പ്രശ്നമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. ഒരു സൈനിക നടപടിയാണ്. ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെ പിടിക്കുവാനായിട്ട് സുവർണക്ഷേത്രത്തിൽ കയറി മിലിറ്ററി അറ്റാക്ക് നടത്തിയതാണ്. അപ്പോൾ അതും ടെമ്പിളിന് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അല്ലെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ റീജിയണലിസം ഇന്ത്യയുടെ ഐക്യത്തിന് വെല്ലുവിളിയാണോ? അപ്പോൾ നമുക്കറിയാം ലാംഗ്വേജ്, ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് അത് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ അത് സ്റ്റേറ്റുകളായിട്ട് രൂപീകരിച്ചപ്പോൾ അത് പ്രശ്നമായോ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഷോർട്ടസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ കോൺഗ്രസിൻ്റെ ഭരണത്തെക്കുറിച്ച്, ഒരു കക്ഷി ആധിപത്യം, 1 പാർട്ടി ഡോമിനൻസ്, അതിന് കാരണം ചോദിക്കാം. പലപ്പോഴും 1 പാർട്ടി ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്ത്, ആരായിരുന്നു 1 പാർട്ടി അത് ഡോമിനൻ്റ് ആയിട്ടിരുന്നതെന്ന് ചോദിക്കാം. അതുപോലെ അതിന് കാരണങ്ങൾ എന്തായിരുന്നു എന്നും ചോദിക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, ബ്രീഫ്ലി ഇവാലുവേറ്റ് ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി. ഇന്ദിരാ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത്
അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനായിട്ട് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാം? ഇത്രയും ചോദ്യങ്ങൾ, എന്തായാലും 35 ചോദ്യങ്ങളാണ്. ഇതിനേലും നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാവും. വളരെ ടൈം കുറവുള്ളതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഞാനത് ഇതൊന്നും ഇട്ടതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ ചില മിസ്റ്റേക്സുകൾ, തെറ്റുകൾ ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് ഇടുക. എനിക്ക് ഉടനെ അത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇത് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ചിലപ്പോഴും ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അത് നിങ്ങളും കൂടെ സഹകരിക്കുക. തെറ്റുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ അറിയിക്കുക. അപ്പോൾ ഞാനത് ഉടനെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അത് ക്ലിയർ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഇത്രയും ക്വസ്റ്റ്യനെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക.